ഇന്നത്തെ റെസിപ്പി കാരമൽ പാലട പായസമാണ്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് പാലട ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇത് നമ്മൾ പാലട വേവിച്ചെടുക്കുന്നതിന് പകരമുള്ളൊരു സൂത്രപ്പണിയാണ്. ഇനി ഒരു പാത്രം വെക്കുക. ചൂടായ പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കരിഞ്ഞ് തുടങ്ങണം കേട്ടോ. കരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മെൽട്ടായി ഇതൊന്ന് പതഞ്ഞ് തുടങ്ങും കേട്ടോ. നല്ല പതപത വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാലൊഴിച്ചെടുക്കാം. പാലിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ അടയുണ്ടല്ലോ അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി ഊറ്റിയിട്ട് നമ്മുടെ പാലോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അത് തിളച്ച് വരുന്നുണ്ട്. കുറുകി വരുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡാക്കി കൊടുക്കുക. പായസം പാകാകുമ്പോൾ ഇച്ചിരി നെയ്യും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മുടെ കാരമൽ പാലട പായസം റെഡി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.